ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കരൂർ ദുരന്തം CBI അന്വേഷിക്കും. അന്വേഷണത്തിന് ഉത്തരവിട്ട സുപ്രീം കോടതി വിരമിച്ച ജഡ്ജി അജയ് റസ്തോഗി നേതൃത്വം നൽകും. ഉത്തരവ് TVKയുടെ ഹർജി അടക്കം പരിഗണിച്ച്. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ 20 ഇസ്രായേലികളുടെ മോചനം തുടങ്ങി. ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ചത് 7 ബന്ദികളെ. മറ്റുള്ളവരുടെ മോചനം ഇന്ന് തന്നെ. 250 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണം ഹൈദരാബാദിലേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ച അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി നാഗേഷിന്റെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചത് 1 മാസത്തിലേറെ. സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതും നാഗേഷ്. പ്രത്യേക അന്വേഷണ സംഘവും ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരനും സന്നിധാനത്ത് തുടരുന്നു. രക്ഷാദൌത്യത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. സംഭവം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി, കിണറ്റിൽ ചാടിയ അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ. അപകടം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരിയിടിഞ്ഞ്. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരി അടക്കം 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് വാട്ടർഫോൾ എസ്റ്റേറ്റിലെ ഹേമശ്രീയും മുത്തശ്ശി അസ്ലയും. ആക്രമണം വീട് തകർത്ത് അകത്ത് കയറി. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ പ്രശ്ന പരിഹാരത്തിന് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ പങ്കെടുക്കും. മാനേജ്മെന്റ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി ചർച്ച അടുത്ത ഘട്ടത്തിൽ. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗവും ഇന്ന്. ലൈഫ് മിഷൻ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ ചോദ്യം ചെയ്യണമെന്ന പരാതിയുമായി അനിൽ അക്കരെ MLA. പരാതി നൽകിയത് കേന്ദ്ര ധനകാര്യ വിഭാഗത്തിനും ED ഡയറക്ടർക്കും. കേസിൽ 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരനെയും കസ്റ്റഡിയിലെടുക്കണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് കുതിച്ചുകയറി സ്വർണ്ണവില. പവന് 240 രൂപ വർദ്ധിച്ച് 91,960 രൂപയിലെത്തി. ഗ്രാമിന് വർദ്ധിച്ചത് 30 രൂപ.